ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ദീപാവലിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദീപാവലിയൊക്കെ വരികയാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നമുക്കിതിന് 3/4 കപ്പ് നിലക്കടല ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 100 ഗ്രാം നിലക്കടലയുണ്ട്. നമ്മൾ എണ്ണ ഇതുപോലെ ചൂടാക്കിയിട്ട്, ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട്, ഇതുപോലെ നമുക്ക് സ്റ്റീൽ അരിപ്പ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായി തന്നെ അതിൽ നിന്ന് കോരി മാറ്റാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ മിക്സ്ചർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കടലയൊക്കെ നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുക്കണം. എന്നാലേ അകത്തൊക്കെ നല്ലപോലെ വറന്ന് കിട്ടുകയുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും അകത്തൊക്കെ അങ്ങനെ അത് വറുക്കൽ നമ്മളതിൻ്റെ അകത്തൊന്നും ശരിയായ രീതിയിൽ ആവുകയില്ല. അപ്പോൾ അത് വറുത്ത ശേഷം അത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. പിന്നെ ഇതിൽ നമുക്ക് പൊട്ടുകടലയാണ് ഞാൻ 1/2 കപ്പ് ചേർത്തിരിക്കുന്നത്. 100 ഗ്രാം ഉണ്ട് പൊട്ടുകടല. ഇത് പൊട്ടുകടല സാധാരണയായിട്ട് നമ്മൾ പകുതിയായിട്ടുള്ളതാണ് കാണാറ്. ഇത് നമുക്ക് മുഴുവനായിട്ടുള്ള പൊട്ടുകടലയാണ്. മുഴുവനായിട്ട് നമുക്ക് ഉരുണ്ടയായിട്ട് കടല പോലെ തന്നെ ഇരിക്കുന്നത്, അങ്ങനത്തെയാണിത്. അപ്പോൾ അതും നമുക്കിതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നല്ലപോലെ വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതും വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതും നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂനട്ടാണ്. ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 25 ഗ്രാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്, കാഷ്യൂനട്ട്, ബാദാമൊക്കെ. അല്ലാതെ നിങ്ങൾ ബാദാമും കാഷ്യൂനട്ടൊക്കെ നല്ല വില കൂടിയതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല തന്നെ ചേർത്താലും മതിയാകും. നല്ല സ്വാദുള്ള മിക്സ്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിലക്കടലയും പൊട്ടുകടലയും വെച്ചിട്ട്. അപ്പോൾ ഇതും നല്ലപോലെ വറുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ആൽമണ്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് 25 ഗ്രാം. അതും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതും ഒന്ന് അതിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മിക്സ്ചർ നമുക്ക് മാവ് കുഴയ്ക്കുകയോ പിന്നെ അത് നമുക്ക് എണ്ണയിലിട്ട് ആ മാവ് വറുത്തെടുത്തതിന് ശേഷം ബൂന്തിയൊക്കെ ഉണ്ടാക്കി വറുത്തെടുക്കണം. അങ്ങനെയാണ് സാധാരണ മിക്സ്ചർ ഉണ്ടാക്കാറ്. അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ അവിലാണ്. അവിൽ മിക്സ്ചറാണിത്. അപ്പോൾ അവിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. 150 ഗ്രാം ഉണ്ട് അവിൽ. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അവിൽ വറുക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ ഇടുമ്പോഴേക്കും തന്നെ നല്ലപോലെ അത് മൊരിഞ്ഞ് കിട്ടും. ഞാനിത് കട്ടി അവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വളരെ ലേശമായിട്ടുള്ള അവിൽ എടുക്കാൻ പാടില്ല. മീഡിയം അവിലോ കട്ടി അവിലോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലയും ഒരു പിടി കറിവേപ്പിലയും കൂടെ നമ്മൾ എണ്ണയിൽ ഇതുപോലെ നല്ല ക്രിസ്പായി വരുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ ഏകദേശം റെഡിയാവും. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കേണ്ടതുണ്ട്. നമ്മൾ ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ആദ്യമായി തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് മതിയാവും എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പിന്നെ അത് ഭയങ്കരമായി ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഈ ദീപാവലി നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ അവിൽ മിക്സ്ചർ റെഡിയായി. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.